ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ജപ്പാൻ മേളയുടെ 3ാം പതിപ്പ് കൊച്ചിയിൽ ഒക്ടോബർ 16 മുതൽ 18 വരെ നടക്കും. ജപ്പാനിലെയും കേരളത്തിലെയും വ്യവസായ സംരംഭകർ, സ്ഥാപനങ്ങൾ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. ജപ്പാനും കേരളവും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജപ്പാൻ മേള സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. 2013 ആരംഭിച്ച ഇൻജാക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഇൻജാക് പ്രസിഡന്റും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഡോക്ടർ വിജു ജേക്കബ് പറഞ്ഞു. സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ, സംസ്കാരം എന്നിവയിൽ ജപ്പാനുള്ള മികവ് പ്രദർശിപ്പിക്കാനും നിക്ഷേപ സാധ്യതകൾ തുറക്കാനും ജപ്പാൻ മേളയിലൂടെ അവസരം ഒരുക്കുകയാണെന്ന് ഇൻജാക് വൈസ് പ്രസിഡന്റും ജപ്പാൻ മേള ജനറൽ കൺവീനറുമായ ഡോക്ർ കെ ഇളങ്കോവൻ പറഞ്ഞു. For example, now this Japan Mela edition itself will provide a B2B platform, B2C platform. We'll have an exposition of Japanese goods made in India and goods that are exported to Japan by Indian entrepreneurs. Startup entrepreneurs. Basically startup entrepreneurs. And this Mela, we have very deliberately called it as a Mela. Mela essentially means a cultural component, a fun component. So we learn, we interact in an atmosphere of fun and festivities. That's why it's called Japan Mela. So 16th and 17th, 2 evenings, we'll have a cultural program. One from Japan side, one from Indian side. That is for the leisure part of it. But 16th and 17th, we have 7 scientific sessions. വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ, പാനൽ ചർച്ചകൾ എന്നിവ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ സാങ്കേതികവിദ്യ, മാനേജ്മെന്റ്, ബിസിനസ് രീതികൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളും ചർച്ചാ വിഷയമാകും. 3ാം പതിപ്പ് വിപുലമായ ബിസിനസ് കൈമാറ്റങ്ങൾക്കും സാങ്കേതികവിദ്യ പ്രദർശനങ്ങൾക്കും സാംസ്കാരിക അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി. മേളയുടെ പ്രഖ്യാപനത്തിനായി കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ചെന്നൈ കൗൺസിൽ യുസാവ നാവോക്കോ, മാറ്റ്സു സിറ്റിയിലെ ഇൻഡസ്ട്രി ആൻഡ് എക്കണോമി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ കോദ തോഷിയ, ദി സാൻ ഇൻ ഇന്ത്യ അസോസിയേഷൻ സെക്രട്ടറി ജനറൽ ഓർക്കനാമി ഹിരോഷി, ASA പ്രസിഡന്റ് പൗലോസ് കെ വർക്കി എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.